ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൈവത്തിന് സ്തോത്രം. വീണ്ടും വീണ്ടും ദൈവവചനം കേൾക്കുവാൻ നമുക്ക് അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യനെ മാറ്റുന്നത്. നിത്യമായ യാതനാ സ്ഥലത്തു നിന്നും അവനെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖാന്തരമാണ് ദൈവവചനം. ഈ വചനത്തിൽ കൂടെ നമുക്ക് ഉത്തേജനം ലഭിക്കുകയാണ്. ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ ദൈവം എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ക്ഷമിക്കുമെന്നും ആ ദൈവം എന്നോട് ദീർഘമായി ക്ഷമിക്കുന്ന ദൈവമാണെന്നും എനിക്കവൻ കൃപ തന്ന് അസാധ്യമായ സ്വർഗരാജ്യം എനിക്ക് നേടിത്തരുമെന്നും വിശ്വസിക്കുന്നതാണ് ക്രിസ്തു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. വേദപുസ്തകത്തിലെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ എന്ന് ജീവനുള്ള ദൈവം സാധാ മനുഷ്യനോട് സംസാരിക്കുകയാണ്. അവനെ അവിശ്വസിക്കുമ്പോൾ, അവനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ, അവൻ്റെ ഉള്ളത്തിൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ, അവൻ പതറാൻ ശ്രമിക്കുമ്പോൾ ദൈവം പറയാണ് യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ. സന്ദർഭം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അബ്രഹാമിന് 75-ാമത്തെ വയസ്സിൽ ലഭിച്ച ഒരു വാഗ്ദത്തമാണ്, നിനക്ക് ഞാനൊരു സന്തതിയെ തരും. ആ വാഗ്ദത്തം നിവർത്തിയാകാൻ ഏതാണ്ട് 25 കൊല്ലം വേണ്ടി വന്നു. അതിൻ്റെ ആഴം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാമിൻ്റെ ജഡത്തിൻ്റെ ശക്തി ക്ഷയിക്കുന്നത് വരെയും ദൈവം അനങ്ങണില്ല. അബ്രഹാമിന് തന്നെ മനസ്സിലായി ഇനിയും കാര്യങ്ങളെല്ലാം തീർന്നു, ഇനി യാതൊരു കാരണവശാലും എനിക്ക് ഒരു പുത്രോത്പാദന ശക്തിക്കുള്ള കഴിവില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ഇത് വലിയൊരു അത്ഭുതമാണ്. മനുഷ്യൻ എപ്പോഴും അവൻ്റെ സ്വന്തം ബുദ്ധിയും സ്വന്തം കഴിവും സ്വന്തം ബലത്തിലും ആശ്രയിക്കുന്നവനാണ് മനുഷ്യൻ. ഒരു നിവൃത്തിയില്ലെങ്കിലേ അവൻ ദൈവത്തിൽ ചാരുകയുള്ളൂ. ഇവിടെ 75-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം കിട്ടിയതാണ് എങ്കിലും അബ്രഹാം പലപ്പോഴും പതർന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാറ. അബ്രഹാമിന് ആ ബുദ്ധിപരമായിട്ടാണ്, വലിയ ആത്മീയ പരിജ്ഞാനമൊന്നുമില്ലാത്ത ആളാണ്. എങ്കിലും ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ്. ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണെന്നാണ് അബ്രഹാമിനോട് പറഞ്ഞത്. ഞാനാണ് നിൻ്റെ സ്വത്ത്, പിന്നെ വേറെ ഒന്നിനെക്കുറിച്ച് നീ ആശ്രയിക്കേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ ഒരു പ്ലാനാണ്, നിനക്കൊരു ശിശുവിനെ തരിക, ഒരു വലിയ സന്തതി പരമ്പരയെ നിന്നിൽ കൂടെ ഉത്ഭവിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അത് പറഞ്ഞതാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ നീ എണ്ണ, അതുപോലെ ഞാൻ നിനക്ക് സന്തതിയൊക്കെ തരുമെന്ന് വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. എങ്കിലും സാറ ചിരിച്ചു എന്നാണ് പറയുന്നത്. ഈ വാഗ്ദത്തം കേട്ട് ഞാൻ പ്രസവിക്കുന്ന വാസ്തവം എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്തെന്ന് ദൈവം ചോദിക്കുകയാണ്. എനിക്ക് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? സാറയുടെ തന്നെ ചോദിക്കുകയാണ്. ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത വല്ല കാര്യമുണ്ടോ? ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയായത് മെനയാൻ കഴിയുന്ന ഒരു ദൈവം ആഗ്രഹിച്ചു. വിശ്വാസത്താൽ ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിച്ച് ആ വാഗ്ദത്തം നേടിയെടുക്കാനായിട്ടാണ് ദൈവം ആഗ്രഹിച്ചത്. പുത്രോത്പാദന ശക്തി ക്ഷയിച്ചു പോയി എങ്കിലും എൻ്റെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ട്. ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ ദൈവം വാക്കുമാറാത്തവനാണ്. ഇന്ന് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം അബ്രഹാമിൽ ലഭിച്ചപ്പോഴും സാറ പതറുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ സംബന്ധിച്ച് ഓരോരുത്തരെയും സംബന്ധിച്ചും നമുക്കറിയാം. അദർശനായ ദൈവം നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് പിടികിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുക, വിശ്വസിക്കുക എന്നുള്ള കാര്യമല്ലാതെ വേറെ ഒന്നും അവിടെ നടക്കുകയില്ല. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും.
യേശു പിറക്കും എന്ന് നമ്മുടെ ഹൃദയത്തിൽ ദൈവം വാഗ്ദത്തം തന്നു. അബ്രാഹാമിന് സന്തതിയെ കൊടുത്തു. ഏതാണ്ട് 100 വയസ്സ് കയറായപ്പോൾ തന്നെ അബ്രാഹാമിന് വാഗ്ദത്ത സന്തതിയെ കൊടുത്തു. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്? ഒരു കാര്യമേ ഉള്ളൂ. അസാധ്യമായ കാര്യം സാധിപ്പിച്ചു തരാനാണ് ദൈവം എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചത് മറ്റൊരുക്കാരൻ എന്തെങ്കിലും ഭേദമുണ്ടായിട്ടല്ല. എന്നിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കണം. യഹോവയുടെ കണ്ണ് തങ്ങളെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം നോക്കുന്നത് ഇതാണ്. എന്നെ നോക്കുന്നത് ആരാണ്? എന്നിലേക്ക് എൻ്റെ അടുത്തേക്ക് വരുന്നത് ആരാണ്? എന്നെ വിശ്വസിക്കുന്നത് ആരാണ്? എൻ്റെ ഇഷ്ടം നിവർത്തിക്കണം നിർബന്ധമുള്ളത് ആരാണ്? എന്നെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളത് ആരാണെന്നാണ് ദൈവം നോക്കുന്നത്. എന്നാൽ സങ്കടത്തോടെ പറയട്ടെ, ഇന്ന് ഭൂമിയിലെ ആർക്കും മിക്കവാറും അനേകരും നല്ല ശതമാനം ആൾക്കാരും ഇതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവർക്ക് ദൈവം വേണം, അത്രയേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ സാധിക്കാൻ ദൈവം വേണം, ഒരു ഭക്തിയൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയൊന്നും അല്ല. എൻ്റെ അനുസരിച്ച് എൻ്റെ മകനായി മകളായി ഭൂമിയിൽ കഴിയുക. ഞാൻ അവർക്ക് പിതാവും അവരെനിക്ക് മക്കളുമായി തീരും. ഞാൻ അവരുടെ ഇടയിൽ വസിക്കും. ഞാൻ അവർക്ക് ദൈവമായി അവരോടുകൂടെ കഴിയും. അവരുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിച്ചു കൊടുക്കും. അവരുടെ കണ്ണുനീര് ഒപ്പുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അവരെ സമാധാനവും സന്തോഷം കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഈ വാഗ്ദത്തങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം പെട്ടെന്ന് തീർന്നു പോവുകയാണെങ്കിലും അധികം പേരും ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്നിട്ട് ദൈവത്തെ നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നില്ലെന്നുള്ളതാണ് സങ്കടകരം. ദൈവത്തിന് സ്തോത്രം. അബ്രാഹാമിന് ഇസാക്കിനെ കൊടുത്തതുപോലെ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് നമുക്ക് വിശ്വസിച്ചുകൂടാ? എന്നെ രൂപാന്തരപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ എന്തുമായിക്കോട്ടെ, ഞാൻ എത്ര ആഴമുള്ള കുഴിയിൽ കിടക്കുന്നവനായിക്കോട്ടെ, സാരമില്ല. ദൈവം അതൊന്നും നോക്കുന്നില്ല. കഴിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തിനാ മാനസാന്തരപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആ ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ നുകത്തിൻ്റെ കീഴിലേക്ക് വരാൻ വേണ്ടി, ദൈവത്തിന് ആ മനുഷ്യന് അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ പൈതലാക്കി തീർക്കാൻ വേണ്ടി, മാനുഷികമായും പൈശാചികമായുള്ള സകല ബന്ധനങ്ങൾ അവനെ അഴിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രണത്തിലാക്കുന്ന ഒരു മനുഷ്യനാക്കി തീർക്കാൻ വേണ്ടി ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. അവൻ്റെ വേല നിർവഹിക്കാൻ വേറെ ആരുമില്ലല്ലോ. ഈ കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് എന്നെ ദൈവം കണ്ടു. ദൈവത്തിന് കൃത്യമായ ഉദ്ദേശത്തിനകത്തുണ്ട്. എന്നെ ശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി മാനപാത്രമാക്കി കരുണാപാത്രമാക്കി കൃപയുടെ പാത്രമാക്കി ദൈവാത്മാവിനെ കൊണ്ട് നിറച്ച് ദൈവത്തിന് ഹിതപ്രകാരം ചെയ്യാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ ആത്മീയ കാഴ്ചപ്പാടാണ്. ഇതെങ്ങനെ കിട്ടും എന്നുള്ളതാണ് അനേകരെ കുഴയ്ക്കുന്ന വിഷയം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കരുതുന്നു, ദൈവം എൻ്റെ നന്മ ആഗ്രഹിക്കുന്നു. എനിക്ക് അസാധ്യമായ കാര്യം എന്താണെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞാൽ ദൈവം അത് നിവർത്തിച്ച് തരിക തന്നെ ചെയ്യും. അതാണ് പറഞ്ഞേ, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? രണ്ടാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്: ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. കന്യമാതാവിനോട് ഗബ്രിയേൽ ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമാണ്. സാധാ ഒരു പെൺകുട്ടി, വലിയ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ഗബ്രിയേൽ ദൂതൻ സ്വർഗത്തിൻ്റെ ഹിതം അറിയിക്കുകയാണ്. പെൺകുട്ടി പേടിച്ചുപോയി. ദൂതനെ ഒന്നും കണ്ടിട്ടില്ല. വൻ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, കർത്താവ് നിന്നോടുകൂടിയുണ്ട്, നീ ഒരു മകനെ പ്രസവിക്കും. വിവാഹമൊന്നും കഴിക്കാത്ത പെൺകുട്ടിയാണല്ലോ. ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കുന്നതിന് പകരം അത്ഭുതമാണ് അവിടെ വന്നത്. സ്വാഭാവികമാണ്. മനുഷ്യൻ ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടില്ല, മാലാഖയെ കണ്ടിട്ടില്ല. ഇതെല്ലാം കണ്ടപ്പോൾ മറിയ അത്ഭുതപ്പെട്ടു പോയി, ഭയപ്പെട്ടു പോയി. സത്യമാണ്. അവൻ ആരാണ്? അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവൻ വലിയവനാണ്. ദൈവത്തിന് സ്തോത്രം. അത്യുന്നതൻ്റെ പുത്രനാണ്. എൻ്റെ പ്രിയപ്പെട്ട, ഇതൊക്കെ പറയുമ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്കും കിട്ടിയതല്ലേ? അത്യുന്നതൻ്റെ പുത്രന് എൻ്റെ ഹൃദയത്തിൽ വരാൻ കൊതിക്കുന്നു. മറിയോട് പറഞ്ഞതുപോലെ മറിയെ ആക്ഷരികമായിട്ട് ഗർഭം ധരിച്ച് യേശുവിനെ ജന്മം കൊടുത്തുള്ളത് ശരിയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എനിക്കതെങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നത്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാ വ്യക്തമായിട്ട് പറഞ്ഞു, അത്യുന്നതൻ നിന്റെ ഉള്ളിൽ വസിക്കാൻ കൊതിക്കുന്നു. അത് ഞാൻ എൻ്റെ വാഗ്ദത്തമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. മറിയയ്ക്ക് കൊടുത്ത വാഗ്ദത്തം എൻ്റെ വാഗ്ദത്തമായിട്ട് ഞാൻ ഇന്ന് ഏറ്റെടുക്കുകയാണ്. അവൻ വലിയവനാവും, അത്യുന്നതൻ്റെ പുത്രൻ. എൻ്റെ ഉള്ളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവൻ, കൊതിക്കുന്നവൻ,
ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അത് കേട്ടിട്ട് വെറുതെ ഇരിക്കുകയാണോ? എൻ്റെ ദൈവമേ, ദൈവം എന്നിൽ ഇത്രമാത്രം സാധിച്ചുവെങ്കിൽ ഞാൻ എത്രമാത്രം അതിനു വേണ്ടി ഒരുങ്ങണം, എത്രമാത്രം അതിന് വില കൊടുക്കണം, എത്രമാത്രം അതിനു വേണ്ടി കാത്തിരിക്കണം, എത്രമാത്രം എന്നെ തന്നെ അതിനു വേണ്ടി ശുദ്ധീകരിക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞു? ദാവീദിൻ്റെ സിംഹാസനം സ്ഥിരമായ സിംഹാസനം എന്നാണ് പറയുന്നത്. ദാവീദിൽ ദൈവം പ്രസാദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്, നിന്റെ സന്തതി സ്ഥിരമായി ഈ രാജ്യം ഭരിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്യുന്നതനായ ദൈവം എൻ്റെ ഹൃദയത്തിൽ വരുന്നത് സ്ഥിരമായി വസിക്കാനാണ്, വന്നു പോകാനല്ല. നമുക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമോ നമുക്ക് ലഭിക്കാത്തൊരു കാര്യമോ ഒരു രോഗസൗഖ്യമോ തന്നിട്ട് പോകാനല്ല. നമ്മുടെ ഭാരവിഷയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല. സ്ഥിരമായി വസിച്ച് യെരൂശലേം ദേവാലയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നത് ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റിയതുപോലെ ദൈവത്തിന് വൻകാര്യം ഈ ചെറിയ ആയുസ്സിൽ എൻ്റെ ഹൃദയത്തിൽ നേടാനുണ്ട്, ചെയ്തു തരാനുണ്ട്. സ്ഥിരമായി ദൈവം വസിക്കാൻ കൊതിക്കുകയാണ്. അങ്ങനെ സ്ഥിരമായി വസിച്ചാൽ മാത്രമേ പിശാചിൻ്റെ സകല ബന്ധനങ്ങളിൽ നിന്ന് അഴിക്കാൻ പറ്റുകയുള്ളൂ. സ്ഥിരമായി വസിച്ചാൽ മാത്രമേ എന്നെ രൂപാന്തരപ്പെടുത്താൻ പറ്റുകയുള്ളൂ. സ്ഥിരമായി വസിച്ചാൽ മാത്രമേ ദൈവത്തിൻ്റെ വേല നടക്കുകയുള്ളൂ. മൂന്നാം പറഞ്ഞിരിക്കുന്നു, അവൻ രാജാതിരാജാവാണ്. രാജാവിൻ്റെ അധികാരം നമുക്കറിയാമല്ലോ, രാജാവിന് അധികാരമുള്ളവനാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരുടെ ബന്ധനം അഴിക്കാനല്ല, എൻ്റെ ബന്ധനം അഴിക്കാൻ ദൈവത്തിന് സ്തോത്രം. അധികാരമുള്ളവൻ കടന്നു വന്നിരിക്കുകയാണ്. എൻ്റെ മേൽ അധികാരം തരികയാണ്. അധികാരമുള്ളവൻ എന്നെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് കാര്യം അവന് അസാധ്യം? അനേകർ പറയുന്നുണ്ട്, എനിക്കൊണ്ട് സാധിക്കുന്നില്ലെന്ന്. എനിക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അശ്വത്ഥ നിൽക്കാൻ പറ്റുന്നില്ല. ശരിയാണ് പറയരെ, പറയുന്നതൊക്കെ സത്യമാണ്. ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണ്. ഒരു കാലമുണ്ട്, എന്തിനാണെന്നറിയാമോ? എൻ്റെ മേൽ വ്യാപിക്കുന്ന പൈശാചിക ബന്ധനം അത്രയ്ക്ക് വലുതാണെന്ന് എനിക്ക് തന്നെ ബോധ്യം വരാനാണ്. പാരമ്പര്യത്തിൻ്റെ ശാപങ്ങൾ കൊണ്ടും ഈ ദുഷ്ടനായവൻ വലിയ ശക്തനായതുകൊണ്ടും നാളുകളായിട്ട് എന്നെ കീഴടക്കിയിരിക്കുന്നത് കൊണ്ടും അത്ര എളുപ്പമൊന്നും ഈ ബന്ധനം മാറുകയില്ല. ഞാൻ അറിയണം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ബന്ധനം അത് പാരമ്പര്യമായി വന്നൊരു ബന്ധനമാണ്. പക്ഷെ അത് വഴിച്ചു തരാൻ ദൈവത്തിന് പറ്റും. ഞാനത് റിയലൈസ് ചെയ്യണം. എൻ്റെ ബന്ധനം വലുതാണ്. ഞാനൊന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമല്ല. ഒരു 7 ദിവസം ഉപവാസം എടുത്താൽ മാറുന്ന കാര്യമൊന്നുമല്ല. ഒരു ആയുസിൻ്റെ കാര്യപരിപാടിയാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം. എൻ്റെ വിശ്വാസം ഉറയ്ക്കണം. എനിക്ക് പോരാടാനുള്ള വലിയൊരു ശത്രുവിനോടാണ്. ഞാൻ തന്നെ വിചാരിച്ചാൽ സാധിക്കുകയില്ല. ഞാൻ ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. ക്രിസ്തുവിനെ കൊണ്ട് ആ കാര്യം സാധിപ്പിച്ചെടുക്കണം. രാജാതി രാജാവാണ് ഇറങ്ങി വരുന്നത്. അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. അവനോട് പറഞ്ഞാൽ അവൻ എനിക്ക് വേണ്ടി ചെയ്തു തരിക തന്നെ ചെയ്യും. ഇതാണ് നാം പഠിക്കേണ്ട ഒരു കാര്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. രാജാതിരാജ എന്നും കൂടെ ഉള്ളവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നും കൂടെ കാണുന്നവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്ഥിരമായി വസിക്കുന്ന ദൈവം, എൻ്റെ കരം പിടിച്ച് നടത്തുന്ന ഒരു ദൈവം, എന്നെ നീതിപാതകളിൽ കൂടെ നടത്തുന്ന ഒരു ദൈവം, വീഴാതെ വേണം എന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, എന്നെ ഉയരത്തിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുപോകുന്ന ഒരു ദൈവം, എന്നെ എൻ്റെ കുറവുകളെ കാണിച്ചെന്ന് അതിൻ്റെ മേൽ അനുതാപം തന്ന് യാത്ര പറയാനുള്ള കൃപ തന്ന് പരിശുദ്ധാത്മാവിനെ പകർന്ന് എന്നെ ദിനംതോറും കഴുകുന്ന ഒരു നല്ല ദൈവം, എന്നും കൂടെയുള്ള ദൈവം. പറഞ്ഞു, പരിശുദ്ധാത്മ ഇതെങ്ങനെ സാധിക്കുമെന്ന് മറിയ ചോദിച്ചപ്പം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ഇറങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. നീ എന്ന് പറയുന്നത് നിനക്ക് സാധിക്കുന്നില്ല. ശരിയാണ്, സാധിക്കത്തില്ല. അനേകം കാര്യങ്ങൾ നിനക്ക് സാധിക്കാത്ത കാര്യമാണ്. നിനക്ക് സാധിക്കാത്തതാണ് ഈ ആത്മീയം. ദൈവത്തിന് സ്തോത്രം. ഈ ജയജീവിതം, ഈ വിശുദ്ധ ജീവിതം, ഈ സ്നേഹം നിറഞ്ഞ ജീവിതം, ഉയരത്തിലേക്ക് ചിന്തകൾ പോകുന്ന ഒരു ജീവിതം, എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജീവിതം, മുഴങ്കാലമടയ്ക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരുന്ന ഒരു ദൈവം, അസാധ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഈ ലോക ജീവിതത്തിൽ എല്ലാവരും അസാധ്യം എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയ സഹോദര, നിന്നെക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാൻ കൊതിക്കുന്നുണ്ട് ഇത് സാധ്യമാണെന്ന്. ഇതാണ് സാക്ഷ്യം. ഒരു കാലം നോക്കിയാൽ പഴയ കാലങ്ങൾ അസാധ്യത്തിൻ്റെ കാലങ്ങൾ, ഇനി മുന്നോട്ടുള്ള സാധ്യമായ കാര്യങ്ങൾ. എങ്ങനെ? യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കന്യമാതാവിന് വാഗ്ദത്തം കൊടുത്തു. നമുക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്, ഈ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ഞാൻ വിനയപ്പെടുകയാണ്, വിധേയപ്പെടുകയാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. ഈ സമർപ്പണം നമുക്ക് ഒരുവോ പ്രിയരെ? ഞാനത് എടുത്തു. അതെൻ്റെ അത്യാവശ്യമായിരുന്നു. എനിക്കത് കൂടിയേ കഴിയുള്ളൂ. അത് ലോകത്തിൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയൊന്നുമല്ല.
എനിക്ക് രോഗമുണ്ടായിട്ടല്ല ഞാൻ സമർപ്പണം എടുത്തത്, എനിക്ക് കടബാധ്യത ഉണ്ടായിട്ടല്ല ഞാൻ സമർപ്പണം എടുത്തത്, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല സമർപ്പണം എടുത്തത്. അതൊക്കെ അവിടെ കിടക്കട്ടെ. അതൊക്കെ മരണത്തോളം പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ കൂടെ കാണും. പ്രശ്നമുള്ളത് നല്ലതാണ്. നമ്മുടെ അഹങ്കാരം മാറും, നമ്മുടെ കഴിവുകളെക്കുറിച്ചുള്ള നമ്മുടെ പുകഴ്ച മാറും, നമ്മുടെ തല താഴും. ആ താഴുന്ന യേശുവിൻ്റെ കാൽപാദങ്ങളായിരിക്കണമെന്ന് മാത്രം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പരാതിയും സങ്കടവും ഭാരവും ആകുലവും ടെൻഷനും എല്ലാം എടുത്തുകൊണ്ട് ചെല്ലാനൊരു സ്ഥലം നീ കണ്ടെത്തിയോ സഹോദര? എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് നിൻ്റെ വിജയം. നിൻ്റെ ഒന്നുമില്ലായ്മ നീ മനസ്സിലാക്കിക്കൊണ്ട്, നിൻ്റെ ബലഹീനത നീ മനസ്സിലാക്കിക്കൊണ്ട്, ഈ എല്ലാ ഭാരങ്ങളും കൊണ്ട് യേശുവിൻ്റെ കാൽ ചൂട്ടിക്കൊണ്ടുവന്ന് വെക്കുക. കർത്താവ് എന്നെക്കൊണ്ട് പറ്റുന്ന വഴിയല്ലത്, അത്യുന്നതൻ്റെ ശക്തി വരുമെന്നാണല്ലോ പറഞ്ഞത്. ആ ശക്തി എൻ്റെ മേലയക്കണേ, ഒരിക്കലും ഞാൻ തലവെക്കില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നും മനസ്സിലായില്ലേലും ഒരു ദൈവമെന്നെ സ്നേഹിക്കുന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കരുത്. ദൈവം നിനക്ക് അനുകൂലം തന്നെയാണ്, ഒരു സംശയമില്ല. ദൈവം നിൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരും. പക്ഷെ നിൻ്റെ സമയത്തല്ല. അബ്രഹാം കാത്തിരുന്നത് പോലെ നീ കാത്തിരുന്നേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ, മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനോ അല്ല താനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. നമുക്ക് ആ കോണ്ടസ്റ്റ് എപ്പോഴാണെന്നറിയാം. ഒരു ധനവാനായ മനുഷ്യൻ വന്ന്, ചെറുപ്പക്കാരൻ വന്ന് കർത്താവിനോട് ദൈവം ചോദിക്കുന്നുണ്ട്. കർത്താവിനോട് പറയുന്നുണ്ട്, നീ കൽപ്പനയൊക്കെ അനുസരിച്ചാൽ പോരെ എന്ന് പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ കൽപ്പനയൊക്കെ അനുസരിക്കുന്നു, ചെറുപ്പം മുതലേ അനുസരിക്കുന്നവനാണ്. കർത്താവിനോട് പറഞ്ഞു, നിനക്ക് സൽഗുണസമ്പൂർണ്ണനാകാൻ ആഗ്രഹമുണ്ടോ? നീ കൽപ്പനയൊക്കെ അനുസരിച്ചു, നീ മനുഷ്യരുടെ മുമ്പിൽ നല്ലവനാണ്, എല്ലാവരും നിനക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷേ എനിക്കൊരു കാര്യം നിന്നെക്കുറിച്ച് പറയേണ്ടത്, നീ ഇത്രയും നല്ലതായിട്ട് ജീവിച്ചത് കൊണ്ട് ഞാൻ നിൻ്റെ ഒരു കുറ്റം കൂടെ ഞാൻ പറഞ്ഞു തരാം. നീ നന്നാണെന്ന് എൻ്റെ ആഗ്രഹം. നിന്നെ നിരുത്സാഹപ്പെടുത്തുകയല്ല, നിനക്ക് നിരാശ തരികയല്ല. സൽഗുണ സമ്പൂർണത എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ദൈവം പ്രസാദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എത്രത്തോളം നന്നായിട്ട് ജീവിച്ചുവല്ലോ, ഞാൻ ഒരു കാര്യം കൂടെ നിനക്ക് പറയുകയാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നീ അത് നിനക്ക് നേടിയെടുക്കാൻ പറ്റുമോ? നീ അത് ലക്ഷ്യം വെക്കുമോ? ദൈവത്തിൻ്റെ ആശയാണ് അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. വേഴ്സ് പറയുന്നുണ്ട്, അവനെ സ്നേഹിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താ സ്നേഹിച്ചത്? അവൻ ഒന്നുകൂടെ ദൈവത്തിന് പ്രിയങ്കരനായി കഴിയണം. അവൻ ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിക്കണം. അവനിൽ നിന്നുകൊണ്ട് വൻകാര്യം ദൈവത്തിന് പ്രവർത്തിക്കാൻ ആഗ്രഹവും കൊതിയുമുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു അത് പറഞ്ഞത് സ്വല്പം ഭയത്തോടായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ നിസ്സാരമായ ബുദ്ധിയിൽ. കാരണം എന്നെ ഇടറിപ്പോകുമെന്ന് പേടിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് അവനോട് ഒരു കാര്യം പറഞ്ഞു, നിനക്കൊരു ബന്ധനമുണ്ട്. നീ വിചാരിക്കുന്നതല്ല, നിനക്ക് ബന്ധനമില്ലെന്നാണ് നീ വിചാരിക്കുന്നത്. നീ എല്ലാം തികഞ്ഞു എന്നാണ് നീ ചിന്തിക്കുന്നത്. പക്ഷെ നിനക്ക് കാതലായൊരു ബന്ധനമുണ്ട്. നിൻ്റെ കൽപ്പനകളിൽ ഇല്ലാത്തതായ ഇന്ന് നിനക്ക് തോന്നുന്നൊരു ബന്ധനമുണ്ട്. ആ ബന്ധനം നിൻ്റെ സമ്പത്താണ്. നീ അത് വിട്ടേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ആ കാര്യം പറഞ്ഞപ്പോൾ അവനിടറി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് എക്കാലത്തും മനുഷ്യനോട് ഇടപെടാനുള്ള ഒരൊറ്റ പേടി എന്താണെന്ന് ചോദിച്ചാൽ, അവൻ്റെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ പറഞ്ഞാൽ ഇടറിപ്പോകുന്ന പേടിയാണ്. ആ ചെറുപ്പക്കാരൻ ഇടറിപ്പോയി. ദൈവത്തിനറിയാം മനുഷ്യൻ്റെ മേൽ വ്യാപരിക്കുന്ന ബന്ധനം, സമ്പത്തിൻ്റെ ബന്ധനം, ധനത്തിൻ്റെ ബന്ധനം അത്ര ഭയാനകമാണ്. അതിൽ സന്തോഷമുണ്ട്, അതിൽ സുഖമുണ്ട്, അതിൽ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യമുണ്ട്. പാരമ്പര്യമായി കിട്ടിയതാണ്. അതിൽ ആൾക്കാരവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും, അനേകരെ ബഹുമാനിക്കാനും കാണും. ധനത്തിൻ്റെ ആ വലിയൊരു ഒരു ക്വാളിറ്റി അതാണ്. എത്രയോ പേരുടെ സ്നേഹം കിട്ടും, എത്രയോ പേര് ഓച്ഛാനിച്ച് വന്ന് നിൽക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവന് സമ്പത്തുള്ളവനാണ്, ലോകത്തിന് അംഗീകാരമുണ്ട്, മാനമുണ്ട്, എല്ലാം ഉണ്ട്. അത് വിട്ടുപിരിയാൻ അവനെ മനസ്സല്ല. അവനെ അതിനേക്കാൾ നിത്യജീവനാണെന്ന് അവനക്ക് തോന്നിയിട്ടുമില്ല. ഈ സമ്പത്ത് വെച്ചുകൊണ്ട് നിത്യവും കിട്ടുമെന്നാണ് അവൻ്റെ ധാരണ. ഈ സമ്പത്ത് ആരുടെയാണ് അവൻ അത് മനസ്സിലാക്കുന്നില്ല. ഈ സമ്പത്ത് ഈ ലോകത്തിൻ്റെ അധിപനായ ആ പിശാചിൻ്റെതാണ്. അതവൻ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അനേകർ ഇടറിപ്പോകുന്ന അവിടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ സങ്കടത്തോടെ പോയി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരടുത്ത് ചോദിച്ചു, ഈ കർത്താവെ, അങ്ങനെയാണെങ്കിൽ ആര് സ്വർഗത്തിൽ പോകും? കൃത്യമായിട്ട് അവിടെ പറഞ്ഞു കൊടുത്തു. സമ്പത്തുള്ളതല്ല വിഷയം, ആ സമ്പത്ത് ആര് തന്നതാണെന്നുള്ളതാണ് വിഷയം. അല്ല, പൈശാചികമായി പോലും നിനക്ക് ലഭിച്ചതാണെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ ഒരു വഴിയുണ്ട്. കർത്താവിനെ കാൽപ്പാത്തി കൊണ്ട് വെക്കുക, അതിൽ കൂടെ ശുദ്ധീകരണം നീ പ്രാപിക്കുക. അന്യായമായി നീ സമ്പാദിച്ചതാണോ നീക്കുപോക്ക് വരുത്തുക. ദൈവത്തിന് പ്രസാദമുണ്ടോ നിന്റെ സമ്പത്തിൽ? നിന്റെ സമ്പത്തിൽ ശത്രു അവകാശം പറയുന്നുണ്ടോ? അതോ മുറിവേറ്റ കരം അവിടെ തൊട്ടിട്ടുണ്ടോ? യേശുക്രിസ്തുവിൻ്റെ രക്തം അതിൽ വീണിട്ടുണ്ടോ? ആ സമ്പത്ത് സമർപ്പിക്കപ്പെട്ട സമ്പത്താണോ? ക്രിസ്തുവിൻ്റെ കാൽപ്പാത്തി കൊണ്ടുവച്ച സമ്പത്താണോ? ദൈവത്തിന് അവകാശവും അധികാരമുള്ള സമ്പത്താണോ?
ഇതാണ് ദൈവം നോക്കുന്നത്. സമ്പത്തുള്ളത് കുഴപ്പമല്ല, പക്ഷെ സമ്പത്ത് ആര് തന്നതാണ്? അത് ദൈവം തന്നതായിരിക്കണം. ദൈവഹിതപ്രകാരം ചെലവഴിക്കാനുള്ളതായിരിക്കണം. നിന്റെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുവാനോ ഇഷ്ടപ്രകാരം ചെലവഴിക്കാനോ നിനക്ക് പാടില്ല. അതാണ് ഞാനൊരു നുകം നിന്റെ കഴുത്തിൽ വെക്കുമെന്ന് പറഞ്ഞൊരു കാര്യം. ആ നുകത്തിൻ്റെ കീഴിലുള്ള ജീവിതമാണ് ക്രിസ്ത്യ ജീവിതം. പക്ഷെ ആ ചെറുപ്പക്കാരനത് മനസ്സിലാ. നമുക്ക് ശിഷ്യന്മാർ സ്വാഭാവികമായി ചോദിച്ച് താരെ കൊണ്ട് സാധിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞാൽ മനുഷ്യർക്ക് അസാധ്യം തന്നെ. ബുദ്ധി ചിന്തിച്ചാൽ ഒരിക്കലും സാധ്യമല്ല. ഇത്രയും വലിയ സ്വത്തൊക്കെ എങ്ങനെ വിൽക്കണേ? കൊണ്ടുപോയി ദരിദ്രർക്ക് കൊടുക്കാനാണ് പറഞ്ഞത്. എല്ലാവരോടും പറഞ്ഞില്ല താനും. ആ വ്യക്തിയോട് മാത്രമാണ് പറഞ്ഞത്, നിനക്കുള്ള സമ്പത്ത് നിന്റെ ബന്ധനമാണ്, നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് നീ അത് ചെയ്യുക, ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാവും. ഇന്ന് നീ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമൊന്നുമില്ല. നിന്റെ നിക്ഷേപമല്ല ഇവിടെയാണ്, ഈ ഭൂമിയിലാണ് നിന്റെ നിക്ഷേപം. മരണത്തോടുകൂടി നീ അതിൻ്റെ കൂടെ തീരുകയും ചെയ്യും. നിന്റെ ആത്മാവ് നശിച്ചു പോകും. അതുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം വേണമെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിരിക്കണം നിൻ്റെയും നിനക്കുള്ളതല്ല. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, സമ്പത്തല്ല വിഷയം, സമ്പത്തിലുള്ള ആശ്രയമാണ്. ദൈവത്തിൽ ആശ്രയം വരേണ്ടതിന് പകരം സമ്പത്തിൽ ആശ്രയം വരും. സമ്പത്തുള്ളവന് ദൈവത്തെ വേണ്ട. അവൻ ആ സമ്പത്തുകൊണ്ട് പല കാര്യങ്ങളും ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റും. ഈ ലോകത്തിലെ പ്രശ്നമാണ് വിഷയം. എന്നാൽ അനേകരുണ്ട്, സമ്പത്തില്ല, രോഗമാണ്, എല്ലാമാണ്, അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്. അതും തെറ്റാണെന്ന് ഞാൻ പറയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന എന്തിനാണ്? ഒരൊറ്റ ലക്ഷ്യമാണ്, നിത്യജീവൻ. യേശുക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണം. യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്ന് പാർക്കണം. യേശുക്രിസ്തുവിന് എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും നടക്കണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യമാണെങ്കിൽ ദൈവം നമ്മളെ നടത്തും, ഒരു സംശയമില്ല. സമ്പത്ത് ചിലപ്പം വിൽക്കണം തന്നെ ഇല്ല, ഹൃദയം കൊണ്ടുള്ള അറ്റാച്ച്മെൻറ്റ് മാറിക്കിട്ടിയാൽ മതി. ഈ സമ്പത്തിൻ്റെ ദൈവം തന്നതാണ്, ദൈവത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീക്കുപോക്ക് വരുത്തേണ്ടതെന്നല്ല പറഞ്ഞത്. അന്യായമായതാണെങ്കിൽ അത് നീക്കുപോക്ക് വരുത്തിയേ പറ്റുള്ളൂ, സംശയമൊന്നുമില്ല. ദൈവം അന്യായത്തിനും കൂട്ടി നിൽക്കുന്നവനല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു, ആ ബന്ധനം നീ അഴിച്ചേ പറ്റുള്ളൂ. നമുക്ക് സമ്പത്തായിരിക്കണം എന്നില്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. കോപമായിരിക്കാം, ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, വാശിയായിരിക്കാം, വൈരാഗ്യമായിരിക്കാം, ചിലപ്പം മറ്റുള്ളവരുടെ ഉള്ള വിരോധമായിരിക്കാം, വൈരാഗ്യമായിരിക്കാം, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ആഡംബരങ്ങളും സൂഹിക്കണം എന്നുള്ള ലക്ഷ്യമായിരിക്കാം. ഇതെല്ലാം കെണിയാണെന്ന് മനസ്സിലാക്കുന്നതാണ് സുബോധം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ശത്രുവിൻ്റെ അവകാശത്തിനകത്തെല്ലാം ഉണ്ട്. അങ്ങനെ വെച്ചോണ്ടിരുന്നാൽ മരണക്കിടക്കയിൽ നിനക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതിൻ്റെ അവകാശിയായ പിശാച് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും. ദൈവം ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. ചെറുപ്പക്കാരനൊന്നും മനസ്സിലായില്ല, വലിയ പ്രയാസമാണ്. അവൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇത് പാരമ്പര്യമായിട്ട് എനിക്ക് കിട്ടിയതാണ്, എനിക്കതിൽ ആശ്രയം ഉണ്ട് താനും, ഇതെങ്ങനെ പോകും? എനിക്ക് കളയണമെന്ന് ആഗ്രഹമുണ്ട്. നിത്യന് വലുതാണെന്ന് എനിക്കറിയാം, നിൻ്റെ കയ്യിൽ അത് ഉണ്ടെന്നും എനിക്കറിയാം, എനിക്കതെങ്ങനെ നേടാൻ പറ്റും? അവൻ വിനയപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ന് അനേകർക്കുള്ള പ്രശ്നം, അവർക്ക് ബന്ധനമുണ്ടെന്നറിഞ്ഞാലും ആ ബന്ധനം വലുതാണെന്നറിഞ്ഞാലും ആ ബന്ധനം അഴിക്കുന്ന ക്രൂശൻ ചൂട്ടിൽ ചെന്നുകൊണ്ട് കർത്താവേ പരിഹാരം തരണമേ നിലവിളിക്കുന്നില്ല. ഈ വലിയ ഭൗതികമായ സമ്പത്തും സുഖസൗകര്യങ്ങളും അവരെ ആകർഷിക്കുകയാണ്. യേശുവിനേക്കാൾ അധികം, നിത്യജീവനേക്കാൾ അധികം, ആത്മാവിനേക്കാൾ അധികം അതവരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആകർഷണമായിട്ട് വരികയാണ്. ഇംഗ്ലീഷിൽ പറയും ഗ്ലാമർ ഓഫ് സിൻ എന്ന് പറയും. പാപത്തിൻ്റെ സുഖങ്ങൾ അത് മനുഷ്യനെ വിട്ടുപോകാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്. ഈ പാപത്തുള്ള താല്പര്യം മാറ്റി ദൈവ സാന്നിധ്യത്തിൻ്റെ സുഖം അനുഭവിക്കാനുള്ള കൃപ ദൈവം തരും. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. തെറ്റിനെ തെറ്റായി കാണുക, അതിനോട് യാത്ര പറയാൻ മനസ്സ് വെക്കുക. എൻ്റെ ദൈവത്തിനേക്കാൾ 100 മടങ്ങ് തരും. ശിഷ്യന്മാർ ചോദിച്ചല്ലോ, കർത്താവെ ഞങ്ങളെല്ലാം വിട്ടുവരും, ഞങ്ങൾക്ക് എന്ത് കിട്ടും? എല്ലാം 100 മടങ്ങ് ഈ ലോകത്ത് വെച്ച് എനിക്ക് തരാമെന്ന് പറഞ്ഞു. ആ തരാമെന്ന് പറഞ്ഞ ദൈവം ഈ 100 മടങ്ങ് സമാധാനവും സന്തോഷവും ആശ്വാസവും പാപം തരുന്നതിനേക്കാൾ 100 മടങ്ങ് തരികില്ലേ? ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇന്നെനിക്ക് ലോകം തരുന്ന സുഖസൗകര്യങ്ങളും ആർഭാടങ്ങളും എല്ലാം അത് ഞാൻ വിട്ടാൽ 100 മടങ്ങ് എനിക്കത് കിട്ടും. സന്തോഷവും ദൈവം തരുന്ന സന്തോഷം, ദൈവം തരുന്ന സമാധാനം, ദൈവ സാന്നിധ്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവസാനമായിട്ട് ഒരു യെരമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാവുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അവിടെ സ്വല്പം ഗൗരവമായിട്ടുള്ള കാര്യമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. ഇസ്രായേൽ ജനങ്ങൾ മിസ്രൈമിൽ നിന്ന് പോകുന്നവരാണ്, പ്രതീക്ഷയോടെ കൊണ്ടുവന്നവരാണ്.
കനാൻ ദേശം അവർക്ക് കൊടുത്തു. എപ്പോഴും പറയും മിസ്രൈമിലേക്ക് പോകരുത്, നിങ്ങൾ അന്യ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോകരുത്, എൻ്റെ വചനം നിങ്ങൾ അനുസരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടും ആ ജനം അതൊന്നും അനുസരിച്ചില്ല. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ പ്രവാസത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ദൈവത്തിൻ്റെ ജനമാണ്, അബ്രാഹാമിൻ്റെ സന്തതിയാണ്, ഞങ്ങൾക്ക് ദേവാലയമുണ്ട്, ഞങ്ങൾക്ക് ആരാധനയുണ്ട്, യാഗമുണ്ട്. അവർ കൊള്ളയിൽ അവരങ്ങ് ബോസ്റ്റ് ചെയ്തു, പ്രശംസിച്ചു. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, പ്രവാചകൻ പറഞ്ഞ പോലൊന്നും സംഭവിക്കില്ല. അവർ തന്നെത്താൻ അവരുടെ ഹൃദയത്തെ കുറ്റബോധം വരുത്താതെ തന്നെത്താൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്, സമാധാനമില്ലെങ്കിലും സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. ആ ദൈവം ആ ദേവാലയം തന്നെ ഇടിച്ചു കളഞ്ഞു, ജനത്തെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദൈവത്തിന് മനുഷ്യൻ്റെ ബുദ്ധി ചിന്തിക്കുന്നതൊന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് അനുസരിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ പിശാചിൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടെന്നുള്ള റോമർക്ക് ലേഖനം 1-ാം അധ്യായം വായിച്ചാൽ വ്യക്തമായിട്ട് അറിയാം. ദൈവം എത്ര ശ്രമിച്ചിട്ടും മനുഷ്യൻ ഈൽഡ് ചെയ്യുന്നില്ലെങ്കിൽ, മനുഷ്യൻ അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ നിയന്ത്രണമില്ലങ്ങ് പോകും. പിന്നെ പിശാച് അവനെ എടുത്തങ്ങ് അമ്മാനമാടും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. പഴയ നിയമത്തിലെ പെട്ടെന്ന് നോക്കിയാലും അറിയാം ദൈവത്തിൻ്റെ അത്ഭുതം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. കോരസ് രാജാവ് പുറജാതി രാജാവാണ്. ആ രാജാവിന് എൻ്റെ ദൈവത്തിന് സ്തോത്രം അടിമപ്പാട്ടിലേക്ക് പോയി ഇസ്രായേൽ ജനത്തിന് അവരെ വിടുവിക്കാൻ ഒരു മനസ്സ് കൊടുത്തു. പുറജാതി രാജാവാണ്, ദൈവഭയമൊന്നും ഇല്ലാത്ത രാജാവാണെങ്കിലും ദൈവത്തിന് ആ രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു ആർത്തത കൊടുത്ത് ഈ ജനത്തെ ബാബയിൽ നിന്ന് വിടുവിക്കുന്ന നാം കാണുന്നുണ്ട്. അഹസ്വേരോസ് രാജാവ് പുറജാതി രാജാവാണ്. അഹസ്വേരോസ് രാജാവിന് അവൻ്റെ ഉറക്കം കെടുത്തിയിട്ട് മൊർദെഖായിക്ക് ഞാൻ പ്രതിഫലമൊന്നും കൊടുത്തില്ലല്ലോ, അവൻ എന്നെ ജീവൻ രക്ഷിച്ചവനാണല്ലോ എന്ന് അവൻ ഓർമ്മ കൊടുത്ത് മൊർദെഖായെ കൊല്ലാനായിട്ട് ഹാമാൻ പരിപാടി ഇടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പുറജാതി രാജാവിൻ്റെ ഉറക്കം കെടുത്തിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് മൊർദെഖായെ മാനിക്കണമല്ലോ എന്ന് പറഞ്ഞു. എസ്തർ രാജ്ഞി അനുവാദമില്ലാതെ രാജാവിൻ്റെ സന്നിധിക്ക് ചെല്ലാൻ പറ്റില്ല. എന്നാൽ യഹൂദജനത്തെ രക്ഷിക്കാൻ വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരുന്ന എസ്തർ രാജ്ഞി ഇതാ രാജാവിൻ്റെ സന്നിധിയിലേക്ക് അനുവാദമില്ലാതെ ചെല്ലുകയാണ്. അനുവാദമില്ലാതെ ചെന്ന് കഴിഞ്ഞാൽ രാജാവ് വടി നീട്ടിക്കഴിഞ്ഞാൽ ആളെ കൊല്ലുകയാണ്. എന്നാൽ എസ്തർ ഒന്നും ഭയപ്പെട്ടില്ല. ആ രാജാവിന് ഒരു മനസ്സലിവ് തോന്നി. എസ്തറിനെ വിളിക്കുന്ന ഒരു കാഴ്ചയോടെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. കഴുത സംസാരിക്കുന്ന കേട്ടില്ലേ? കോഴി കൂവി പത്രോസിന് മാനസാന്തരം കൊടുത്ത് അറിയാൻ പാടില്ലേ? ഇത്ര ശക്തനായ ഒരു ദൈവത്തിന് പിന്നാലെയാണ് നമ്മൾ പോകുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും. ഈ നല്ലവനായ ദൈവത്തിൻ്റെ പിന്നാലെ പോകും. ഈ ദൈവം നല്ലവനാണ്, അവൻ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. അവൻ നമ്മളെ അന്ത്യത്തോളം വഴി നടത്തും. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.